ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ അച്ചാർ ഇഷ്ടമുള്ളവരൊന്നും പോവല്ല കേട്ടോ, സ്കിപ്പ് ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് പിക്കോമി എന്നുള്ളൊരു ഇൻസ്റ്റ പേജ് അയച്ചെന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ലെമൺ പിക്കിൾ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല. സ്മെല്ല് ചെയ്തപ്പോൾ തന്നെ എനിക്കങ്ങ് കൊതിയായി കഴിക്കാൻ. ഒരു പീസ് എടുത്തു, വായിലിട്ടത് എൻ്റെ പൊന്നോ, അതിൻ്റെ എരിവും പുളിയും പക്ക നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കണം അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒന്നും എനിക്ക് എക്സ്ട്രാ അതിനകത്തുനിന്ന് ഫീൽ ചെയ്തില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നിയുള്ളൂ. അതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ചെക്കൗട്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അടുത്തതായിട്ട് പിക്കോമിയുടെ ബീഫ് പിക്കിളാണ് എനിക്ക് അയച്ചെന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രൈ ചെയ്താലോ? അതും ഇതേപോലെ തുറന്ന് സ്മെല്ല് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ട, വായിൽ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാനത് പൊട്ടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഇങ്ങനെ ഷടപടയെന്ന് അങ്ങ് കഴിച്ചു. ഈ ഒരു ബീഫ് പിക്കിളും ലെമൺ പിക്കിളും അതേപോലെ ഇഷ്ടംപോലെ പിക്കിൾ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ പേജ് ചെക്കൗട്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ ബീഫിൻ്റെ ഓരോരോ പീസ് ക്വാളിറ്റി അത് എടുത്ത് പറയുന്നതാണ്. മേടിച്ചാൽ വോത്തെന്ന് ഞാൻ പറയത്തുള്ളൂ, അത്രയും അടിപൊളിയാണ്. എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്താണെന്നറിയത്തില്ല, ഫുള്ള് ഞാൻ കഴിച്ച് തീർത്തു. അത് വേറൊരു കാര്യം. അങ്ങനെ കഴിച്ച് തീർത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ 2 പിക്കോമി പിക്കിൾസിൻ്റെ വെബ്സൈറ്റും കോൺടാക്ട് നമ്പറും അപ്പോൾ ഇത് ഇവിടെയുണ്ട്. ബൈ ബൈ.